എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിലൊരു ടോഫി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കൊറിയൻ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഡാൽഗോണ കോഫി ഇതിനു മുമ്പ് ഉണ്ടാക്കിയിരുന്നു. അതുപോലെ തന്നെയുള്ള ഒരു കൊറിയൻ ഇൻസ്പയർഡ് ആയിട്ടുള്ള ടോഫിയാണ് ഇത്. ഇത് കൊറിയയിലൊക്കെ സ്ട്രീറ്റിൽ കിട്ടുന്ന ഒരു ടോഫിയുടെ റെസിപ്പിയാണ്. സെക്കൻഡുകൾ കൊണ്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഇതിനി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അത്രയ്ക്ക് എളുപ്പമുള്ള ഒരു ടോഫിയുടെ റെസിപ്പിയാണ്. ഈ ലോക്ക്ഡൗൺ സമയത്തൊക്കെ കുട്ടികൾക്ക് ഇതുപോലത്തെ 1-2 ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ നല്ല സന്തോഷമായിരിക്കും. ഈ ടോഫി ഉണ്ടാക്കാൻ വേണ്ടി ഇരുമ്പിൻ്റെ ഒരു ചീനച്ചട്ടിയാണ് നല്ലത്. അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും കട്ടിയുള്ള ഒരു പാത്രം എടുക്കാം. ഞാനിവിടെ കടുകൊക്കെ വറുക്കാൻ ഉപയോഗിക്കുന്ന ചെറിയ പാത്രമാണ് എടുത്തിരിക്കുന്നത്. പാത്രം ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ എന്തെങ്കിലും ഒരു സാധനം കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കാം. സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇളക്കാതിരിക്കുന്നതാണ് നല്ലത്. എന്തെങ്കിലും സ്റ്റിക്ക് പോലെയുള്ള സാധനം ഉപയോഗിച്ചിട്ട് ഇളക്കുന്നതാണ് നല്ലത്. ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും പഞ്ചസാര ഇവിടെ ഉരുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ ഏകദേശം മുഴുവനും ഉരുകി വരാറാകുമ്പോഴേക്ക് 1 നുള്ള ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു കളറായി വരുമ്പോൾ ഉടനെ തന്നെ ഇതൊരു സ്റ്റീൽ പാത്രത്തിൻ്റെ മുകളിലായിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ കിച്ചൺ ടോപ്പിന് മുകളിലായിട്ടോ ഒഴിച്ചു കൊടുക്കാം. ഇത് ബ്രൗൺ കളറായിട്ട് വരാതെ നോക്കണം. ബ്രൗൺ കളറായിട്ടുണ്ടെങ്കിൽ ഇതിന് കയ്പ്പ് രുചി വരും. എന്തെങ്കിലും ഡിസൈനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഇതിന് മുകളിലായിട്ട് എന്തെങ്കിലും ഡിസൈൻ ചെയ്ത് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടോഫിയുടെ റെസിപ്പിയാണിത്. പഴയ കാലത്തൊക്കെ കിട്ടിയിരുന്ന ഒരു പാരീസ് മിഠായിയുടെ അതേ ടേസ്റ്റാണ് ഇതുപോലെ ഉണ്ടാക്കുമ്പോൾ കിട്ടുന്നത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. വളരെ കുറഞ്ഞ ചിലവിലുള്ള ഒരു ടോഫിയുടെ റെസിപ്പിയാണിത്. 3-4 സ്പൂൺ പഞ്ചസാര ഉണ്ടെങ്കിൽ ഒരു 5-6 ടോഫി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്കിത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇന്നത്തെ ഈ ഡാൽഗോണ ടോഫിയുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.